എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. SSLC സേ പരീക്ഷ റിസൾട്ട് വന്നതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്നത് കാരണം തന്നെ അതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഇന്ന് വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടെ സ്കൂളിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂളിൽ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവുക. കമ്മ്യൂണിറ്റി സീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതത് സ്കൂൾ മാനേജ്മെൻറ്റുകളുടെ അതായത് മാനേജ്മെൻറ്റ് ഉടമകളുടെ കമ്മ്യൂണിറ്റി എന്താണ്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു സ്കൂളിൽ ഒരു നിശ്ചിത സീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്കൂളിൽ നേരിട്ട് പോയിട്ടാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അല്ലാതെ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, ഫില്ല് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളെ അഡ്മിഷൻ, ചിലപ്പോൾ നിങ്ങൾ പോയ ആ ഒരു ദിവസം തന്നെ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള പുതിയ അപേക്ഷ നൽകാൻ സാധിക്കുക. അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്യുക. സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഓരോ സ്കൂളിലും ഒരു നിശ്ചിത സീറ്റ്, അതായത് മാനേജ്മെൻറ്റ് സ്കൂളിൽ മാത്രമാണ് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവുള്ളൂ, ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാവുന്നതല്ല. അപ്പോൾ നിങ്ങൾ നേരിട്ട് ആ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ പോവുക, പോയിട്ട് നിങ്ങളുടെ പേരൻറ്റിനെയും കൂട്ടിയിട്ട് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് അവിടെ അഡ്മിഷൻ സീറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആണെങ്കിൽ മാത്രം കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടുക. കാരണം താല്പര്യമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വഴി മാറുന്നതിനുള്ള സൗകര്യമൊന്നും കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടാവുന്നതല്ല. അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇല്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആകെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ മാത്രമാണ്. കോമ്പിനേഷൻ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ തന്നെ ഏതെങ്കിലും കോഴ്സിന്, ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസാണ് അഡ്മിഷൻ നേടിയത്, എന്നാൽ ആ ഒരു സ്കൂളിൽ കൊമേഴ്സിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ഒഴിവുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് അല്ല, ഒരു ബയോളജി സയൻസിലും കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നതിനായിട്ടുള്ളൊരു സൗകര്യം കിട്ടും. അപ്പോൾ ഇതാണ് ഈ ഒരു കോമ്പിനേഷൻ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്കൂൾ മാറുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് കോഴ്സ് മാത്രം മാറാനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് മാറാനുള്ള അവസരം ഈ ഒരു ജൂൺ 27-ാം തീയതി വരെയാണ്. എങ്കിലും നിങ്ങൾക്ക് പുതുതായിട്ട് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതുവരെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രത്യേകിച്ച് അധിക ഫീസും കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് തന്നെ നൽകാവുന്നതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഈ ഒരു 5 മണി വരെയാണ് ഈ ഒരു സമയം നീട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ നൽകിയിട്ടുണ്ട് ഇൻ ഓർഡർ ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടു സേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതായത് സേ പാസ്ഡ് സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ഡാറ്റ എൻട്രി നീട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ഡാറ്റ എൻട്രി ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ അവിടെ വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുന്നതും ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ തന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂൾ മാറുന്നതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ മാത്രം കോഴ്സ് മാറാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു സ്കൂളിലേക്കല്ല, ആ ഒരു സെയിം സ്കൂളിൽ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ വാക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് മാറാം. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മറ്റൊരു ആ ഒരു കോഴ്സിലേക്കും അതുപോലെ വേറൊരു കോഴ്സിലെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു മാറുന്ന വിദ്യാർത്ഥി ആ ഒരു ഏത് കോഴ്സിലാണ് അതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫർ ഇതിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്ക് മാറാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവർ ഇന്ന് വൈകുന്നേരത്തിനകം പോയിട്ട് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.